നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യെസ്, ക്രിസ്ത്യാനോ റൊണാൾഡോ ഇത് 6ാം വേൾഡ് കപ്പിന് വരുന്നു. അദ്ദേഹം ഇല്ലാതെയാണ് ടീം ഇന്ന് നിർണായക മത്സരം കളിക്കാനിറങ്ങിയത്. അദ്ദേഹത്തിന് വേണ്ടി ഈ കളി ജയിക്കുമെന്ന് നേരത്തെ തന്നെ കോച്ച് റോബർട്ടോ മാർട്ടിനസ് പറഞ്ഞിരുന്നു. വാക്ക് പാലിച്ചിരിക്കുന്നു. 9-1 അർമേനിയെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് പോർച്ചുഗൽ ഇതാ വേൾഡ് കപ്പിലേക്ക് കാലെടുത്ത് വെക്കുന്നു. വേൾഡ് കപ്പ് യോഗ്യത നേടിയിരിക്കുന്നു. CR7 ഇത് 6ാമത്തെ വേൾഡ് കപ്പാണ്. ഇതിനു മുമ്പ് 2006 വേൾഡ് കപ്പ് അദ്ദേഹം കളിച്ചു. 2010, 2014, 2018, 2022 ഇതാ 2026 വേൾഡ് കപ്പിലേക്കും അദ്ദേഹം വരുന്നു. ഇന്ന് വരെ ആരും 6 വേൾഡ് കപ്പ് കളിച്ചിട്ടില്ല. വെറുതെ അങ്ങ് വരികയില്ല. ഈ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ പോർച്ചുഗലിൻ്റെ ടോപ്പ് സ്കോറർ ആരാ? അത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. 5 ഗോളുകളാണ് അദ്ദേഹം വേൾഡ് കപ്പ് ക്വാളിഫയറിൽ അടിച്ചു കൂട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ജാവോ നവസിൻ്റെ ഹാട്രിക് ഉണ്ട്, ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ ഹാട്രിക് ഉണ്ട്. അവരാണ് ക്വാളിറ്റിയിൽ 2ാമത് വന്നത്. പിന്നെ ജാവോ കൺസോലയും ജാവോ ഫെലിക്സും ഒക്കെ 2 വീതം ഗോളുകളും നേടിയിട്ടുണ്ട്. സോ CR7 വരുന്നത് ടോപ്പ് സ്കോററായിട്ട് തന്നെയാണ്. ഇനി ഒരു കാര്യം കൂടി നോക്കുക. CR7 വന്നതിന് ശേഷം പോർച്ചുഗൽ എന്ന ടീമിനുണ്ടായ മാറ്റം. ബിഫോർ ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗൽ ആകെ 3 വേൾഡ് കപ്പിന് യോഗ്യത നേടിയിട്ടുള്ളൂ. ഇപ്പോൾ സിൻസ് ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗൽ ഇതാ 6ാമത്തെ വേൾഡ് കപ്പിന് യോഗ്യത നേടും എന്ന് പറഞ്ഞാൽ നേരത്തെ 3 കൂടാതെ CR7 വന്നതിന് ശേഷം മാത്രം അവർ പോകുന്നത് 6ാമത്തെ വേൾഡ് കപ്പിനാണ്. പിന്നെ ഓൺലി ക്വാളിഫൈഡ് 3 യൂറോസ് ബിഫോർ ക്രിസ്ത്യാനോ റൊണാൾഡോ. അതിനുശേഷം മാത്രം ക്രിസ്ത്യാനോ വന്നതിന് ശേഷം മാത്രം 6 യൂറോ കപ്പിന് യോഗ്യത നേടിയിട്ടുണ്ട്. ബിഫോർ ക്രിസ്ത്യാനോ റൊണാൾഡോ നോ മേജർ ട്രോഫീസ് ആണെങ്കിൽ ഇപ്പോൾ 3 മേജർ ട്രോഫീസ് ഉണ്ട്. 2 യുവേഫ നേഷൻസ് ലീഗ് കിരീടങ്ങളും 1 യുവേഫ യൂറോ കപ്പ് കിരീടവും പോർച്ചുഗലുണ്ട്. ഇനി ഇന്ന് വരെ ഇല്ലാത്ത, ബിഫോർ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇല്ലാത്ത ആ വേൾഡ് കപ്പ് ഇത്തവണ നേടുമോ എന്നതാണ് അറിയേണ്ടത്. ഏതായാലും ആദ്യ കടമ്പ കടന്നിരിക്കുകയാണ്. വേൾഡ് കപ്പിന് ഇൻ സ്റ്റൈൽ ഇതാ പോർച്ചുഗൽ വരുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.